ഹായ് ഓൾ, വെൽക്കം ടു വിഷൻ വിക്ടറി യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡി അപ്ഡേറ്റ്സിൻ്റെ വീഡിയോയാണിത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഡേയും എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് അപ്ലോഡ് ചെയ്യുമെന്ന്. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ആക്ച്വലി ഡേ 2 ഓഗസ്റ്റ് 18 ഡേ 2. എനിക്കറിയാം ഡേ 1 നമ്മൾ ഒത്തിരി ഡേയ്സിന് മുമ്പാണ് ഡേ 1 എന്നുള്ളൊരു ടൈറ്റിലിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഒത്തിരി സ്റ്റഡി ബ്രേക്സ് വന്നു. കാരണം അതിൻ്റെ ഇടയിലായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെയൊക്കെ പരീക്ഷകൾ വന്നിരുന്നത്. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഒത്തിരി സ്റ്റഡി ബ്രേക്സ് വന്നു. അതിനുശേഷം ഇപ്പോഴാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന് വേണ്ടി പർട്ടിക്കുലർലി ഒരു പ്രോപ്പറായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഇട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഡേ 2 ഓഗസ്റ്റ് 18 മൺഡേ ആയിരുന്നു. അപ്പോൾ ഡേ 2 എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. ഡേ 2 GK ടോപ്പിക്കായിട്ട് പഠിച്ചത് പ്രധാനപ്പെട്ട വരികൾ എന്നുള്ള ടോപ്പിക്കായിരുന്നു. പ്രധാനപ്പെട്ട വരികൾ എന്നുള്ളത് നമ്മുടെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഒരു 10 മാർക്കിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ. കല, കായികം, ആ ഒരു പോർഷനിൽ നിന്നുള്ള ഒരു സബ് ടോപ്പിക്കാണ് പ്രധാനപ്പെട്ട വരികൾ. അതായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്സിൻ്റെ ഭാഗത്ത് നിന്ന് റേഷ്യോ എന്നുള്ള ടോപ്പിക്ക്, അത് ഏകദേശം 8 പാർട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ ആദ്യത്തെ 2 പാർട്ട് കണ്ടു. ഞാൻ ആക്ച്വലി റേഷ്യോ എന്നുള്ള ടോപ്പിക്ക് വേറൊരു ഇപ്പം ഞാനിത് പഠിച്ചിരിക്കുന്നത് എൻട്രി ആപ്പ് നോക്കിയാണ്. വേറൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ റേഷ്യോ എന്നുള്ള ടോപ്പിക്കിൻ്റെ ക്ലാസ്സസ് നോക്കിയിരുന്നു. പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോഴാണ് എൻട്രിയിൽ വൈശാഖ് സാറിൻ്റെ ക്ലാസ് കണ്ടത്. അതെനിക്ക് കുറച്ചുകൂടി എനിക്ക് വ്യക്തിപരമായിട്ട് ഫോളോ ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നി. 8 പാർട്ടായിട്ടാണ് അദ്ദേഹം ആ വീഡിയോ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ 2 പാർട്ട് വീഡിയോ കണ്ടു. ദെൻ ഇംഗ്ലീഷ് ഞാൻ PYQ ആണ് ഇപ്പോൾ നോക്കുന്നത്. അത് നമ്മുടെ യൂട്യൂബ് ചാനൽ PK ലേണിങ്സിൻ്റെ യൂട്യൂബ് ചാനലിലെ 2ാമത്തെ ഇംഗ്ലീഷ് PYQ ക്ലാസ് ശ്രുതി മാമിൻ്റെ ക്ലാസ്സാണ്. എൻ്റെ ഫേവറേറ്റ് ഇംഗ്ലീഷ് ലെക്ചറിനാണ്. കാരണം നന്നായിട്ടാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ആ ഒരു ക്ലാസ് കേട്ടാൽ തന്നെ നമുക്ക് ആ കൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലാകും. അത്ര നന്നായിട്ടാണ് ആ ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. പിന്നെ മലയാളം എല്ലാവരെയും പോലെ തന്നെ മലയാളം ഫെസ്റ്റിവൽ ടെലഗ്രാം ചാനൽ അതിൽ 4ാമത്തെ ക്ലാസ് കണ്ടു. ദെൻ കറണ്ട് അഫെയർ ഞാൻ പഠിക്കുമല്ലായിരുന്നു, നേരത്തെ പഠിച്ചത് റിവിഷൻ ചെയ്യുകയാണ് ചെയ്തത്. ജൂലൈ 27 തൊട്ട് ഓഗസ്റ്റ് 3 വരെയുള്ള കറണ്ട് അഫെയർ റിവിഷൻ ചെയ്തു. ഞാൻ കറണ്ട് അഫെയറിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ടാലൻറ്റിൻ്റെ യൂട്യൂബ് ചാനലാണ്. അവർ ഡെയിലി കറണ്ട് അഫെയർ വീഡിയോ ക്ലാസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. വളരെ നല്ല ക്ലാസ്സസാണ്. ഒരു ടീച്ചറും ഉണ്ട്, ഒരു സാറും പഠിപ്പിക്കുന്നുണ്ട്. 2 പേരും നന്നായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ജൂലൈ 27 തൊട്ട് ഓഗസ്റ്റ് 3 വരെയുള്ള ക്ലാസ്സുകൾ റിവിഷൻ ചെയ്തു. ഇത്രയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഡേ 2 പഠിച്ചത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പഠിത്തം എങ്ങനെ പോകുന്നു? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഐ ഹോപ്പ് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന്. ഇനിയിപ്പോൾ ഒത്തിരി പേര് മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലേ? സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻസ് എക്സാം സെപ്റ്റംബറിൽ വരുന്നുണ്ട്. പക്ഷേ എനിക്കത് കിട്ടിയില്ലായിരുന്നു. പ്രിലിംസ് ഏകദേശം 5 മാർക്കിൻ്റെ ഡിഫറൻസിലാണ് പ്രിലിംസ് പോയത്. എനിക്ക് 41 പോയിൻറ്റ് സംതിങ് 42 അടുത്താണ് മാർക്സ് വന്നത്. പക്ഷേ അതിനെക്കാട്ടും ഒരു 5 മാർക്ക് കൂടി കൂടുതലാണ് കട്ട് ഓഫ് വന്നത്. അതുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഞാൻ ഫോക്കസ് ചെയ്യുന്ന എക്സാം എന്ന് പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ് ആൻഡ് അപ്കമിങ് എക്സാംസ്. താങ്ക് യു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഐ ഹോപ്പ് യുവർ സപ്പോർട്ട്. താങ്ക് യു.